ഈ ചായയുടെ റെസിപ്പി കണ്ടപ്പോഴേ എനിക്കൊന്ന് ചെയ്യാൻ തോന്നി. അപ്പം ഞാൻ വെച്ചാൽ എന്നാൽ നല്ല അടിപൊളി മഴയും കൂടി ആ വെളിയിൽ നല്ല തണുപ്പും. അപ്പം ഞാൻ വെച്ച് എന്നാൽ നമുക്കൊന്ന് ചായ ട്രൈ ചെയ്യാം. പാൻ ചൂടാക്കിയിട്ട് ഇതിനകത്ത് 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിന് നന്നായിട്ട് അനക്കിയിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ നമ്മൾ കാരമൽ ചെയ്തെടുക്കുവാണ്. അതിനുശേഷം വെള്ളം ഒഴിക്കണം. പക്ഷേ ഞാൻ ഇവിടെ കുറച്ച് തെറ്റിച്ചായത് സ്പൂൺ വെച്ചിട്ട് തന്നെ വെള്ളം ഒഴിച്ചു. അപ്പോഴത്തേക്ക് സ്പൂണിൽ പറ്റി പിടിച്ച് നമ്മുടെ പഞ്ചസാര അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഞാനിവിടെ 3-4 ഇലൈച്ചി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ തടിക്കഷ്ണം എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, എന്തായാലും പറയണേ അറിയാമെങ്കിൽ. പിന്നെ എനിക്ക് നമ്മുടെ തേയില ഇട്ട് നമ്മൾ ചപ്പാത്തി എന്നാണ് പറയുന്നത്. പിന്നെ ആണെങ്കിൽ പാല് കൂടി ഇട്ടിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് വെള്ളം, അര ഗ്ലാസ് പാല്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചായ റെഡി. ഇനി വെറും ചായ കുടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഈ ഒരു മഴയത്ത് നല്ല ചൂടല്ലേ, തണുപ്പല്ലേ. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചാൽ നമ്മുടെ വീട്ടിൽ പൊടി ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കുറച്ച് ദാൽമൂട്ട് കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്താൽ റെഡി. പിന്നെ ചായയുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ സാധാരണ രീതിയിൽ കുടിക്കുന്നൊന്നുമല്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിച്ചപ്പോൾ അടിപൊളിയാണ്. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി പിടിക്കണം കേട്ടോ. ഭയങ്കര മഴയാണ്. 3-4 ദിവസം കൊണ്ട് തുണിയൊന്നും ഉണങ്ങാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് റൂമിനകത്ത് തന്നെ ഉണക്കുവാണ്. അതുകൊണ്ട് ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം.